Hi friends, welcome back to Nijinas Kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അട്ടിപ്പൊളി ചക്കക്കുരു ചമ്മന്തിയുമായിട്ടാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് മുഴുവൻ ചോറുണ്ണുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോക്ക്ഡൗണിനൊക്കെ ശേഷം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇവിടെ ഇടിച്ചക്കയും ചക്കയും ചക്കക്കുരും ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചക്ക വെറൈറ്റീസ് പരിചയപ്പെടാം. ഞാൻ ഓൾറെഡി ചക്കക്കുരു ഐസ്ക്രീമിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കാണണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10-15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങ ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്, അടർത്തി എടുത്തു വെച്ചിട്ടാണുള്ളത്. ഇനി നമുക്ക് ചെറിയുള്ളി വേണം. ഒരു 5-10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 വെളുത്തുള്ളിയും ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയും കൂടി വേണം. ഇനി ഒരു 4-5 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി മതിയാവും. നമുക്ക് അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി ചൂടാക്കിയെടുക്കാം. ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ടൊന്ന് വറുത്തെടുക്കണം. ചക്കക്കുരു നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. ഇത് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നാട്ടിൽ അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അടുപ്പിലിട്ട് ചുട്ടാലും മതിയാവും. ഇപ്പോൾ ഏകദേശം ഇവിടെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു 10-15 മിനിറ്റോളം നമുക്കിതിങ്ങനെ ഇട്ട് വറുക്കാം. അപ്പോഴേക്കും ഈ ചക്കക്കുരുവൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങും. ഈ തൊലിയൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ക്രാക്ക് വരാൻ വേണ്ടി തുടങ്ങും. ഇവിടെ ഇപ്പം നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ ചീനച്ചട്ടിയിലേക്ക് നമുക്കൊരു 4-5 വറ്റൽമുളക് കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ മുളക് കൂടി ഇനി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇതിവിടെ കിടന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് മറ്റുള്ളവയൊക്കെ ശരിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഒഴിച്ചാൽ മതിയാവും വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങളിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ചേർക്കണം, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് വരികയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജീരകം കൂടി ഇട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി നമുക്ക് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം കൂടി ഏകദേശം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച് ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ തൊലി കളഞ്ഞു വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് തണുക്കാനായി മാറ്റി വെച്ച ഉള്ളിയും തേങ്ങയും ഒക്കെയുള്ള ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഒരിക്കലും ഇത് അരക്കാൻ പാടില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾ ചെറുനാരങ്ങ നീര് തീർച്ചയായും ചേർക്കണം. ഒരു ചെറിയ പുളി വേണം, എന്നാലേ ഈ ചമ്മന്തി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിതൊന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുത്തിട്ട് വരാം. ഇവിടെ ഇപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിനും എരിവിനും വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. എരിവൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് ഒരിക്കലും നല്ലതുപോലെ അരഞ്ഞു പോകരുത്, പൊടിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കൈ വെച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത വെളിച്ചെണ്ണയും നാരങ്ങാനീരും ഒക്കെ എല്ലാ സൈഡിലും എത്തത്തക്കവണ്ണം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്വാദാണ് ഇതിന്, നല്ലൊരു സ്മെല്ലും കൂടിയാണ്. ഈ ഒറ്റ ഒന്ന് മതി നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് മുഴുവൻ ചോറുണ്ണുവാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.
വരും ദിവസങ്ങളിൽ ചക്കയും ചക്കക്കുരുവും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.